വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാമ്പ്. ഈ ഒരു ഐറ്റം കണ്ടോ, വിൻഡോ ക്രാഡിൽ. ഈ ഒരു ഐറ്റം ഞങ്ങൾ ഉണ്ടാക്കിയ രീതി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ ഇവിടുന്ന് തന്നെ ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും തന്നെയൊക്കെയാണ് എടുത്തേക്കുന്നത്. ബാക്കി വന്ന സ്ക്വയർ പൈപ്പ് വെച്ച് ഒരു വിൻഡോ ക്രാഡിൽ സെറ്റ് ചെയ്തേക്കുവാണ്. സ്ഥലത്തിൻ്റെ അപര്യാപ്തത മൂലം ഇങ്ങനെ ഒരു വിൻഡോ ക്രാഡിൽ സെറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം നമുക്ക് എങ്ങനെയാണെന്ന് ഐഡിയ കിട്ടിയില്ല. പിന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടിയതും അതിനുശേഷം നമ്മളിത് സെറ്റ് ചെയ്തു. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിന് 2 ഹൂക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹൂക്കിനകത്ത് നമുക്ക് തുണി കെട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയറ് കുറച്ച് കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു തൊട്ടിൽ കെട്ടാൻ പറ്റും. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് ഇത് കണ്ടോ, ഇവിടെ കണ്ടോ നല്ലൊരു ഹൂക്ക് പോലെ ആണ്. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കാൻ പറ്റും. ജനലിലാണെങ്കിലും ഇങ്ങനെ ഹൂക്കായിട്ട് ഘടിപ്പിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം വേറൊരിടത്ത് പോകുമ്പോൾ പോലും തൊട്ടിലിൽ മാത്രമേ കിടക്കൂ എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞങ്ങളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാം. ഇത് ഞങ്ങൾ വിൻഡോയുടെ ഒരു സൈഡിൽ ഇങ്ങനെ കൊളുത്തിടുകയാണ് ചെയ്തേക്കുന്നത്. നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് അധികം സ്ഥലവും വേണ്ട. കട്ടിലിൻ്റെ മേളിൽ തന്നെ വേണമെങ്കിൽ നമുക്കിത് തൊട്ടിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആമസോണിലും മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഞങ്ങൾ ഇതിൻ്റെ റേറ്റ് നോക്കിയായിരുന്നു. ഏകദേശം 3000, 3500, 4000 വരെ ആയിരുന്നു ഇതിൻ്റെ റേഞ്ച് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ചിലവായത് വെറും 100 രൂപയേ ആയിട്ടുള്ളൂ. കാരണം ഈ പൈപ്പ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആ ഒരു മെറ്റീരിയൽ മാത്രമേ ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളൂ. ഇങ്ങനെയുള്ള തൊട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്വയർ ആയിട്ടുള്ള തൊട്ടിലിനേക്കാളും തുണി വെച്ചിട്ടുള്ള ഇങ്ങനത്തെ തൊട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ചൂട് നിലനിർത്താൻ, ഇപ്പോൾ ജനിക്കുന്ന 1 മാസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ തൊട്ടിലോട്ടൊക്കെ ഇടുന്നത് കുഞ്ഞുങ്ങളെ. ആ ഒരു ടൈമിൽ ആ ഒരു ചൂട് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ തലയുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഷേപ്പ് ആ ഒരു സെയിം സ്ട്രക്ചർ വരാനൊക്കെ നമുക്ക് ഈ തുണിയുടെ തൊട്ടിലിടുമ്പോഴത്തേനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ തുണിയുടെ തൊട്ടിലിൽ വരുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ ടൈറ്റായിട്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. അതുകൊണ്ട് കുട്ടി പെട്ടെന്ന് താഴോട്ട് വീഴുന്നു, അല്ലെ കുഞ്ഞു കുട്ടിയാണെങ്കിലും ചരിയുകയും എടുക്കുകയൊക്കെ ചെയ്യും. ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഈ തുണി തൊട്ടിലിൽ കിടത്തുമ്പോഴത്തേനും മാറും. അതുപോലെ തന്നെ ഇതിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത് ആ ഒരു ക്ലോത്ത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു കോട്ടൺ ക്ലോത്ത് മെറ്റീരിയലാണ്. സാരി 2ആയിട്ട് മടക്കി ആണ് നമ്മൾ ആ ഒരു കൊളുത്തിലേക്ക് ഇട്ട് അത് കെട്ടുകയാണ് ചെയ്തത്. പക്ഷേ കൊളുത്തിൽ ഇങ്ങനെ കെട്ടുമ്പോഴത്തേനും അത് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ കാണാനൊരു ഭംഗി നമുക്ക് തോന്നിയില്ല. പിന്നീട് നമ്മളത് മാറ്റി വേറെ രീതിയിൽ കെട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റ സൈഡിൽ തന്നെ ആയിട്ട് കെട്ടുന്നുണ്ട്. ഇങ്ങനെ നടുക്കൂടെ കെട്ടാതെ ഒറ്റ സൈഡിലായിട്ട് കെട്ടുന്നുണ്ട്. അതാണ് ഈ തൊട്ടിൽ കാണാനൊരു വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്, നമ്മൾ കിടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ നമുക്കങ്ങനെ അടുത്ത് കിടത്താനും പറ്റും. അതുപോലെ തന്നെ നല്ല സേഫാണ്. കുട്ടി തറയിൽ പോവത്തൊന്നുമില്ല. നമുക്ക് കട്ടിലിൻ്റെ മേളിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റായിട്ട് അവിടെ കിടക്കും എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ട്. ഈ ഒരു രീതിയിൽ തൊട്ടിലുണ്ടാക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനൊരു മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പില്ലോ വെച്ച് കുഞ്ഞിനെ കിടത്താം. അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പ് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കുഞ്ഞിനെ അതിനകത്ത് കിടത്തിയാലും ഒരു പ്രശ്നവുമില്ല. കുഞ്ഞ് സേഫായിട്ട് അതിനകത്ത് കിടന്നോളും. നമുക്ക് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ വേണമെങ്കിൽ താഴെ കട്ടിലിനോട് ചേർന്ന് തന്നെ ജസ്റ്റ് നാട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത്. എപ്പോഴും നമ്മൾ തൊട്ടിലുണ്ടാക്കാനുള്ള ക്ലോത്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും കംഫർട്ടായിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. കുഞ്ഞു കൊച്ചുങ്ങളല്ലേ, അന്നേരം അവരുടെ ശരീരം സോഫ്റ്റ് ആവുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു
മൗത്ത് പോർഷൻ ആ ഒരു പോർഷനിൽ വരുമ്പോഴത്തേന് കുറച്ച് വൈഡായിട്ട് ഇരിക്കുമായിരിക്കും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഈ ഒരു പോർഷനിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ടൈ ചെയ്യുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം കുഞ്ഞിനെ കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തോട്ട് ആ തുണി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ടൈ ചെയ്ത് വെക്കുന്ന എന്തെങ്കിലും നൂല് വെച്ച് തയ്ച്ച് വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം വരത്തില്ല. പക്ഷേ അല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖത്തോട്ട് വീണാലോ 2 മാസം ഒക്കെ ആവുന്ന കുഞ്ഞുങ്ങളെയല്ലേ നമ്മൾ തൊട്ടിലോട്ട് കിടത്തുന്നത്. അന്നേരം അവർക്കതൊരു പെട്ടെന്ന് എന്തെങ്കിലും തുണിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒന്ന് മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ ഇവാൻകുട്ട ഇതിനകത്ത് കിടന്നപ്പോഴത്തേനും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും അതൊരു സേഫായിട്ട് തോന്നി. നമുക്കിപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ പോലും അടുത്ത് കിടത്തിയിട്ട് ജസ്റ്റ് ആട്ടിക്കൊടുത്താൽ മതി. അന്നേരത്തേന് തന്നെ കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങിക്കോളും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരുപാട് നേരം ഇടണ്ട. അന്നേരം നമുക്ക് ഞങ്ങൾക്കിപ്പോൾ ഹോളിൽ വേറൊരെണ്ണം ഉണ്ട്, അതിനകത്ത് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റത്തില്ല. ഇതിപ്പം നമുക്ക് നമ്മുടെ കൂടെ കിടക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു നെറ്റ് മേടിച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഇടുമ്പോഴത്തേന് കൊതുക് കടിക്കുമെന്നോ അങ്ങനെ ഒരു ഭയവും വേണ്ട. അന്നേരം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഇത്. അപ്പോൾ ന്യൂ മോംസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുള്ളുമാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടാകും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.